നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേൽ ഇപ്പോൾ സൊമാലി ലാൻഡ് എന്ന് പറയുന്ന പ്രദേശം അത് ഒരു രാജ്യമായിട്ട്, ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ മാപ്പിൽ കാണുന്ന ഈ ഒരു പ്രദേശമാണ് സൊമാലി ലാൻഡ് എന്ന പേരിൽ ഇപ്പോൾ ഇസ്രയേൽ അംഗീകരിച്ചിട്ടുള്ള പ്രദേശം. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് യമൻ എന്ന് പറയുന്ന രാജ്യത്തെയും കാണാൻ സാധിക്കും. അതെ, ഹൂത്തികളുള്ള യമനും ഈ സൊമാലി ലാൻഡും അടുത്തടുത്തായി തന്നെ വരും. അൽ ജസീറ റിപ്പോർട്ട് പ്രകാരം ഇസ്രയേലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് വ്യക്തമാണ്. അതായത് യമനിലുള്ള ഹൂത്തികളാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യമെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണമായി പറയുന്നത് ഇസ്രയേലിന് എപ്പോഴും തലവേദനയായി നിലകൊള്ളുന്നത് അത് ഹൂത്തികളാണ്. അവരെ നേരിടാനായിട്ട് ഒരു പരിധിവരെയെങ്കിലും ഈ ഒരു സൊമാലി ലാൻഡ് എന്ന് പറയുന്ന പ്രദേശം അത് ഇസ്രയേലിനെ സഹായിക്കുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇസ്രയേലിൻ്റെ ഇത്തരമൊരു തീരുമാനം അത് സൊമാലിയയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഈ സൊമാലിയയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇസ്രയേൽ സൊമാലി ലാൻഡ് എന്ന രീതിയിൽ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അറബ് ഇസ്രയേൽ ബന്ധവും അത്തരമൊരു ബന്ധവും ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഇത്തരമൊരു തീരുമാനത്തിലൂടെ കാര്യമായി ബാധിക്കുന്നുണ്ട്. എല്ലാ അറബ് രാജ്യങ്ങളെയും അല്ല പറയുന്നത്, ചില അറബ് രാജ്യങ്ങൾക്ക് ഇസ്രയേലുമായിട്ട് ബന്ധം ഇപ്പോഴുമുണ്ട്. ആ ഒരു ബന്ധത്തിലും ഇത്തരമൊരു തീരുമാനം ചില മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം എന്നൊരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് ഖത്തറാണ്. ഖത്തർ പറയുന്നത് ഇസ്രയേലിൻ്റെ ഇത്തരമൊരു നടപടി എന്ന് പറയുന്നത് അത് സൊമാലിയയുടെ പരമാധികാരത്തിനും ഭൗമപരമായിട്ടുള്ള അഖണ്ഡതയും ലംഘിക്കുന്നതാണ്. ഇത് പ്രാദേശിക സ്ഥിരത അത് തകർക്കുമെന്നുമാണ് ഇപ്പോൾ ഖത്തർ പറഞ്ഞു വയ്ക്കുന്നത്. ഖത്തർ പറയുന്നത് സൊമാലി ലാൻഡിനെ അംഗീകരിക്കുന്നതിന് പകരമായി നിങ്ങൾ അംഗീകരിക്കേണ്ടത് പാലസ്തീനെയാണ് എന്നാണ് ഖത്തർ പറഞ്ഞു വെക്കുന്നത്. ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ അവ പാലിക്കണമെന്നും ഖത്തർ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നീക്കങ്ങൾ പുതിയ സംഘർഷങ്ങൾ വരുത്തി വെക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ഖത്തർ ഇവിടെ നൽകുന്നത്. എന്നാൽ ഖത്തറിൻ്റെ ഇത്തരമൊരു പ്രതികരണത്തോട് ഇസ്രയേൽ പ്രതികരിച്ചത് രൂക്ഷ ഭാഷയിലാണ്. ഇസ്രയേൽ പറയുന്നത് ഖത്തർ ആദ്യം നോക്കേണ്ടത് അത് ഹമാസുമായിട്ടുള്ള ബന്ധമാണ്. ആരെ അംഗീകരിക്കണം, ആരെ അംഗീകരിക്കേണ്ട, ഇതൊന്നും ഖത്തർ തങ്ങളെ പഠിപ്പിക്കേണ്ട എന്നാണ് ഇസ്രയേൽ പറഞ്ഞു വയ്ക്കുന്നത്. സൊമാലിയ സർക്കാർ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. സൊമാലി ലാൻഡ് എന്ന് പറയുന്നത് സൊമാലിയയുടെ അവിഭാജ്യ ഘടകമാണ്. ഒരു രാജ്യത്തിനും തങ്ങളുടെ ഭൂമിയിൽ ഇടപെടാൻ അവകാശമില്ല. സൊമാലിയ ഐക്യരാഷ്ട്രസഭയെ സമീപിക്കുമെന്നൊരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനായിട്ട് അറബ് ലീഗ് അതുപോലെ തന്നെ ആഫ്രിക്കൻ യൂണിയൻ തുടങ്ങിയ സംഘടനകളുടെ പിന്തുണയും സൊമാലി സർക്കാർ തേടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഖത്തർ ഇപ്പോൾ ഇസ്രയേലിൻ്റെ നടപടികൾക്കെതിരെ തുറന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇനി മറ്റ് രാജ്യങ്ങൾ, സ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഇതിനെതിരെ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയുക മാത്രമേ സാധ്യമായിട്ടുള്ളൂ, അല്ലാതെ എന്തെങ്കിലും ഒരു നടപടി എന്ന രീതിയിലൊന്നും എടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇസ്രയേൽ മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇസ്രയേലിൻ്റെ സഹായത്തിനായിട്ട് അമേരിക്ക ഉള്ളത്രയും കാലം എനിക്ക് തോന്നുന്നില്ല ഇതിനെതിരെ ഒരു നടപടിയോ കാര്യങ്ങളോ എന്തെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നില്ല. ചില പ്രസ്താവനകൾ മാത്രം പറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ. എന്നിരുന്നാലും ഇപ്പോൾ ഖത്തറും ഇസ്രയേലും ഇപ്പോൾ സൊമാലി ലാൻഡിൻ്റെ പേരിൽ വാഗ്വാദം അത് തുടരുകയാണ്. എന്നാൽ ഇസ്രയേലിൻ്റെ നീക്കത്തിനെതിരെ ഇപ്പോൾ ഹൂത്തി നേതാവായിട്ടുള്ള അബ്ദുൾ മാലിക് അദ്ദേഹം ഒരു കനത്ത മുന്നറിയിപ്പ് ഇപ്പോൾ ഇസ്രയേലിന് നൽകുന്നുണ്ട്. ഇസ്രയേൽ അംഗീകരിക്കുന്ന സൊമാലി ലാൻഡ് എന്ന പ്രദേശത്ത് ഇസ്രയേലിൻ്റെ സൈനിക സാന്നിധ്യമുണ്ടായാൽ അവിടെയുള്ള എല്ലാ സൈനിക കേന്ദ്രങ്ങളും തങ്ങളുടെ നിയമാനുസൃതമായിട്ടുള്ള ലക്ഷ്യങ്ങളായി മാറുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, സ്പെഷ്യലി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സൊമാലി ലാൻഡിൽ ഇസ്രയേലിൻ്റെ സൈനിക സാന്നിധ്യം എത്തിയാൽ ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അത് വളരെ കൂടുതലാണ് എന്നാണ് ഇത്തരം അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഓൾറെഡിയുള്ള യമൻ ഇസ്രയേൽ സംഘർഷം അത് ആഫ്രിക്കയിലേക്കും വ്യാപിക്കാൻ ഇത് കാരണമാകും.